പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോണത് നല്ലൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. നല്ല റിച്ച് ചോക്ലേറ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയുടെ റെസിപ്പി. അപ്പോൾ അതിനായിട്ടൊരു ബൗളെടുത്തിട്ട് അതിലൊരു 1/2 കപ്പ് ഷുഗർ, പൊടിക്കാത്ത പഞ്ചസാരയും, പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെനിലയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കണുണ്ട്. ശേഷം നന്നായിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, നന്നായിട്ട് ഫ്ലഫ് ചെയ്തൊന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പതപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഒരു 1/2 കപ്പ് നമ്മുടെ മൈദപ്പൊടി. അത് നമ്മൾ സീവ് ചെയ്താണ് ചേർക്കണത്. അപ്പോൾ ഡയറക്റ്റ് അരിപ്പയിൽ തന്നെ ഇട്ടാൽ നന്നായിരിക്കും. അപ്പം ഒരു 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റ് അതിൽ തന്നെ ഒന്ന് സീവ് ചെയ്തിടണം. ലംസൊക്കെ ഇതുപോലെ വന്നാൽ ജസ്റ്റ് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ശേഷം നമുക്ക് ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് വിസ്കർ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ കേക്ക് നോർമലി ഇത്ര ഹാർഡാണ്, അതുകൊണ്ട് നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രീ മൈൻഡ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നന്നായിട്ട് ഇത് മിക്സാക്കി കിട്ടിയിട്ടുണ്ട്, നല്ല സ്മൂത്താക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റഡ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതൊരു 1/4 കപ്പോളം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രൗണി ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം. അതിനായിട്ടൊരു സ്ക്വയർ കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ പതിയെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അതും കൂടി ഈ ബാറ്ററിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ലൊരു റിച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് നമുക്ക് അതിന് കിട്ടും. എത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് ഇടാൻ പറ്റും. അത്രത്തോളം മോയ്സ്ചർ ആയിരിക്കും നമ്മുടെ ബ്രൗണി കേക്ക്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. കുട്ടികൾക്ക് ആകുമ്പോഴത്തേക്കും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ശേഷം ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്, മാക്സിമം പോയ 30 മിനിറ്റ്, ഒരു മിനിമം 20 എങ്കിലും വെക്കണം. ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓവൻ്റെ വ്യത്യാസം കൊണ്ട് ചൂടൊക്കെ വേരിയേഷൻ ഉള്ളതുകൊണ്ട് വ്യത്യാസം വരപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഞാനെൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിൽ കട്ട് ചെയ്തത് ഇതുപോലെ എടുക്കാവുന്നതാണ്. ആ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ കേക്കിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ഉള്ളിലെ ടെക്സ്ചർ ഇപ്പം നല്ല മോയ്സ്ചറായിട്ട് നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റിച്ച് ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണം. ശേഷം നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കൂടെ ചെയ്തേക്കണം. പിന്നെ പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.